ഏത് പള്ളികളിൽ പോയാലും 4ഉം 5ഉം ആളുകളാണ് ഓടി വരുന്നത്. സാധേ എന്റെ പെൺമക്കളുടെ കല്യാണമാണ്, നിങ്ങളൊന്ന് പള്ളിയിൽ പറയണം. എനിക്ക് അസുഖമാണ്, പള്ളിയിൽ പറയണം. എനിക്ക് രോഗമാണ്, പള്ളിയിൽ പറയണം. എന്റെ വീടിന്റെ പണി പകുതിയിലാണ്, ഒന്ന് പള്ളിയിൽ പറയണം. 4ഉം 5ഉം ആളുകളില്ലാത്ത ഒരു ജുമഅ പോലും കഴിയാറില്ല. ഒരു ജുമഅ പോലും, ഒരു വെള്ളിയാഴ്ച പോലും കഴിഞ്ഞു പോവാറില്ല. എന്തേ ഇവർക്ക് ഇങ്ങനെ സംഭവിക്കാൻ കാരണം? നമ്മളാണ് ഉത്തരവാദി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ ഉത്തരവാദി നമ്മളാണ്. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ യാചനയ്ക്ക് കേൾക്കാൻ നമ്മൾ തയ്യാറാവരുത്. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ യാചനയ്ക്ക് പോകുന്നത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല. അവരുടെ പ്രയാസങ്ങൾ കുടുംബക്കാരെല്ലാം കൂടി തീർത്തു കൊടുക്കണം. അവരുടെ പ്രയാസങ്ങൾ കുടുംബക്കാരെല്ലാം കൂടി തീർത്തു കൊടുക്കണം. ഈ കരുവാങ്കല്ല് എന്ന് പറയുന്ന ഈ പ്രദേശത്ത് നിന്ന് യാചനയുമായി ഒരാളും മറ്റൊരു നാട്ടിലേക്ക് പോകാൻ പാടില്ല. നമ്മുടെ നാട്ടുകാരവരുടെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കണം. അങ്ങനെ ഓരോ കുടുംബവും, ഓരോ മഹല്ലും, ഓരോ നാട്ടുകാരും നമ്മുടെ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് യാചനയ്ക്ക് പോകാൻ പാടില്ല എന്ന് തീരുമാനിച്ചിട്ട് ഓരോ ആളുകളുടെ പ്രശ്നങ്ങൾ മാറ്റിക്കൊടുത്താൽ യാചന എന്ന് പറയുന്ന സമ്പ്രദായം തന്നെ ഇല്ലാതെയാവും. പിന്നെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞാൻ പറയട്ടെ. നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങളൊന്നും പരിപൂർണമായ ഒരു ചാരിറ്റിയായി മാറുന്നില്ല. എന്ത് ചാരിറ്റിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഏതെങ്കിലും ഒരു റമദാൻ വരുമ്പോഴോ, ഏതെങ്കിലും ഒരു പ്രയാസം വരുമ്പോഴോ നമ്മൾ അയാൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീട് നിർമ്മിച്ചു കൊടുക്കും. അയാളുടെ രോഗത്തിന്റെ ശമനത്തിന് വേണ്ടിയുള്ള ക്യാഷ് നമ്മൾ സ്വരൂപിച്ചു കൊടുക്കും. അതേപോലെ റമദാനായാൽ ഒരു ചാക്ക് അരി കൊടുക്കും. പക്ഷെ എന്ത് പ്രയോജനമാണ് അതുകൊണ്ട് ഉണ്ടാവുന്നത്? ഈ വർഷം 100 ആളുകൾക്ക് പെരുന്നാൾ കിറ്റ് കൊടുത്താൽ അടുത്ത വർഷം 150 ആളുകൾക്കല്ലേ നമ്മൾ പെരുന്നാൾ കിറ്റ് കൊടുക്കുന്നത്? അതിന്റെ തൊട്ടടുത്ത വർഷം 200 ആളുകൾക്ക്. അഥവാ നമ്മൾ പെരുന്നാൾ കിറ്റ് കൊടുക്കുന്തോറും നാട്ടിൽ ദരിദ്രർ വർദ്ധിക്കുന്നു എന്നല്ലേ അർത്ഥം? ഈ വർഷം 50 ആളുകൾക്ക് വീട് വെച്ചു കൊടുത്താൽ അടുത്ത വർഷം 75 ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുന്നു. അതിന്റെ അർത്ഥം 25 ആളുകൾ കൊണ്ടും പാപ്പരായി, ദരിദ്രരായി എന്നല്ലേ? അപ്പൊ ഞാൻ പറയുന്നത്, നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ വളരെ പ്രധാനമായി നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ട ഒരു വിഷയം, അവർക്ക് എന്തെങ്കിലും ജോലി ചെയ്യാൻ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുക. ഏതെങ്കിലും ടെക്സ്റ്റൈൽസിൽ പോയി ജോലി ചെയ്യാൻ, ഏതെങ്കിലും ഹോട്ടലിൽ പോയി ജോലി ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓട്ടോറിക്ഷ, അവർക്ക് സ്ഥായിയായി വരുമാനമുണ്ടാക്കാനുള്ള മാർഗം നമ്മൾ ഇങ്ങനെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്താത്ത കാലത്തോളം ദരിദ്രർ ഇവിടെ വർദ്ധിച്ചു വരുമെന്നല്ലാതെ നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ കൊണ്ടൊരു ഉപകാരവും ഉണ്ടാവൂല എന്ന് മനസ്സിലാക്കണം. സ്ഥായിയായി വരുമാനം ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങളാണ് ആലോചിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ദരിദ്രരായാൽ നിസ്കാരത്തിലും ഇബാദത്തിലും കോൺസെൻട്രേഷൻ ലഭിക്കൂല, ശ്രദ്ധ ലഭിക്കൂല, ഖുശൂഅ് ലഭിക്കൂല. പള്ളിക്ക് പോയാൽ ടെൻഷൻ എന്തായിരിക്കും? വീടിനെ കുറിച്ച്. പള്ളിക്ക് പോയാൽ ടെൻഷൻ വിവാഹത്തെ കുറിച്ച്, മക്കളെ കുറിച്ച്, രോഗത്തെ കുറിച്ച്. അതുകൊണ്ട് അങ്ങനെ ഒരു ദാരിദ്ര്യം വരാതിരിക്കാൻ വേണ്ടി വളരെ നന്നായി ഹലാലായ രീതിയിൽ സമ്പാദിക്കണമെന്ന് ആരാ പഠിപ്പിച്ചത്? മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ പറഞ്ഞു, ബുദ്ധി കുറഞ്ഞു വരുമെന്നാണ്. ദാരിദ്ര്യത്തിലേക്ക് നമ്മൾ വീഴുന്തോറും നമ്മുടെ ബുദ്ധി കുറഞ്ഞു വരുമെന്നാണ്. മൂന്നാമതായി പറഞ്ഞത്, നമ്മുടെ മാന്യത നഷ്ടപ്പെടുമെന്നാണ്. ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലകപ്പെട്ടാൽ 4 ആളുകളുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വന്നാൽ നമ്മുടെ അന്തസ്സല്ലേ നഷ്ടപ്പെടുന്നത്? നമ്മുടെ മാന്യതയല്ലേ നഷ്ടപ്പെടുന്നത്? എന്റെ കുടുംബത്തിൽ നിന്നൊരാൾ ഏതെങ്കിലും ഒരു നാട്ടിൽ പോയി ബെഗ് ചെയ്യുന്നുണ്ട്, യാചിക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ നമ്മുടെ അന്തസ്സിനല്ലേ അത് ബാധിക്കുന്നത്? അതുകൊണ്ട് അങ്ങനെ ഒരു യാചനയിലേക്ക്, അങ്ങനെ ഒരു ദാരിദ്ര്യത്തിലേക്ക് അകപ്പെടാതിരിക്കാൻ നിങ്ങൾ നന്നായി കഠിനാധ്വാനം ചെയ്യണം. നന്നായി ഹലാലായ രീതിയിൽ ബിസിനസ് നടത്തണം, ഹലാലായ രീതിയിൽ ജോലി ചെയ്യണം, ഹലാലായ രീതിയിൽ സമ്പാദിക്കണമെന്ന് തന്റെ മകനോട് മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ സമ്പാദിക്കാൻ 30-40 വയസ്സാവണമെന്നില്ല. 15 വയസ്സായാൽ തുടങ്ങണം. 15 വയസ്സ് വരെ മാതാപിതാക്കളുടെ ബാധ്യതയാണ്. പ്രായപൂർത്തി എത്തുന്നത് വരെ വളർത്തൽ മാതാപിതാക്കളുടെ ബാധ്യതയാണ്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം, ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം പിതാവ് വളർത്തണം പ്രായപൂർത്തി എത്തുന്നത് വരെ. ഒരു പെണ്ണാണെങ്കിലോ അവളുടെ വിവാഹം വരെ പിതാവിന്റെ കടമയാണ്. ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ വിവാഹം വരെ മാതാപിതാക്കളുടെ സംരക്ഷണത്തിലാണ്. ഈ മാതാപിതാക്കളാണ് അവരെ വളർത്തേണ്ടത്. എന്നാൽ ഒരു ആൺകുട്ടിയാണെങ്കിൽ പ്രായപൂർത്തി എത്തുന്നത് വരെയാണ് മാതാപിതാക്കളുടെ കടമ. അതിനുശേഷമുള്ളതവൻ സ്വന്തമായി സമ്പാദിക്കാൻ അവനെ പഠിപ്പിക്കണം. മുഅ്മിനീങ്ങളെ, മടിയന്മാരാക്കി അലസന്മാരാക്കി മാറ്റരുത്. രാത്രിയായാൽ കിടന്നുറങ്ങാതെ ടർഫിൽ പോയി കളിക്കുന്ന ഒരു സംവിധാനമാണ് ഇന്ന് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഒരു ജോലിയുണ്ട്, ഒരു ജോലിയില്ല, പിന്നെ ഇങ്ങനെ ജീവിക്കുന്നു. ആരാ കാശ് കൊടുക്കുന്നത്? അതിനിടയിലാണ് ലഹരി പോലെയുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത്, അതിനിടയിലാണ് മയക്കുമരുന്ന് പോലെയുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത്. വളരെ പ്രധാനമായി മനസ്സിലാക്കണം. വളരെ നേരത്തെ ഞാൻ പറഞ്ഞ വിഷയം, അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ നല്ലതേ തിന്നാൻ പാടുള്ളൂ, നല്ലതേ നിങ്ങൾ സമ്പാദിക്കാൻ പാടുള്ളൂ. കാരണം ലാ യഖ്ബലുല്ലാഹു ഇല്ലാ തയ്യിബാ, അല്ലാഹു തആല നല്ലത് മാത്രമേ സ്വീകരിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. ആ നല്ലതിൽ നിന്ന് മാറിപ്പോയി ലഹരി ഉപയോഗങ്ങൾ. നമ്മുടെ കള്ളായാലും മയക്കുമരുന്നായാലും കഞ്ചാവായാലും എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഹറാമാണ്, അല്ലാഹു നിഷിദ്ധമാക്കിയതാണത്. മഹാനായ ജഅഫർ തയ്യാർ എന്ന് പറയുന്ന പ്രഗൽഭനായ ഒരു സ്വഹാബിക്ക് 4 പ്രത്യേകതകൾ ഉണ്ടായിരുന്നു എന്ന് ഒരിക്കൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളോട് പറയുകയാണ്, മഹാനായ ജഅഫർ തയ്യാർ എന്ന് പറയുന്ന സ്വഹാബിക്ക് 4 പ്രത്യേകതകൾ ജാഹിലിയ്യ കാലത്ത് തന്നെയുണ്ട്. അഥവാ അദ്ദേഹം മുസ്ലിമാകുന്നതിന് മുമ്പേ 4 കാര്യങ്ങളുണ്ട്, മുസ്ലിമായതിനു ശേഷവും 4 പ്രത്യേകതകൾ അയാളിലുണ്ട്. അപ്പോഴാണ് മഹാനായ ജഅഫർ തങ്ങളോട് നബി തങ്ങൾ ചോദിക്കുന്നത്, അല്ലയോ ജഅഫറേ, യാ ജഅഫർ, എന്താണ് നിങ്ങൾക്കുള്ള 4 പ്രത്യേകത? ജാഹിലിയ്യ കാലത്തും ഇന്നും നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ 4 പ്രത്യേകതകൾ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയുണ്ടായി, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ എന്നോട് ചോദിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുമായിരുന്നില്ല. ഒന്നാമത്തേത്, മാ ശരിബ്തുൽ ഖംറ ഖത്തു, അല്ലാഹുവിന്റെ ഹബീബേ, എന്റെ ജീവിതത്തിൽ ഞാൻ കള്ളു കുടിച്ചിട്ടേ ഇല്ല. ഒന്ന് എണീറ്റിക്കെല്ലാരും സല്ലു അലാ സയ്യിദിനാ മുഹമ്മദ്, ഉറക്കെ സ്വലാത്ത്.